എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലി, പാറ്റ, അതുപോലെ കൊതുക് ഇവയുടെയൊക്കെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് കേട്ടോ. കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഒരു സാധനവും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇവയുടെ ശല്യം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ടുള്ള 2 ടിപ്സാണ് ഞാൻ ഇന്ന് വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് വഴനയിലയാണ്. ചിലയിടങ്ങളിൽ ഇടനയില എന്നൊക്കെ പറയും. കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഇലയാണിത്. ഇതൊരു നല്ലൊരു ഔഷധ ഇല തന്നെയാണ്. ഇതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള ചെറിയ പ്രാണികളുടെയും കൊതുകിൻ്റെയും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിനായിട്ട് നമ്മൾ ദിവസവും രാത്രിക്ക് ഒരില ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ച് നോക്കും. അതിൻ്റെ പുകയുടെ ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ ചെറിയ പ്രാണികൾ, കൊതുക് ഇവയൊക്കെ വീടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ സന്ധ്യ സമയത്തൊക്കെ കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ആ സമയം ഇതുപോലെ കത്തിച്ച് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ കിച്ചണെല്ലാം ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ഇല ഇതുപോലെ എടുത്ത് കത്തിച്ച് നോക്കൂ. നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടുന്നതാണ് കേട്ടോ. രാത്രി സമയങ്ങളിലാണ് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലുള്ളത് കൊണ്ട് കൂടി തന്നെ ഇവയുടെ ശല്യം നമുക്ക് വീട്ടിൽ നിന്നും പാടെ മാറ്റാൻ സഹായിക്കുന്നതാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് പഴകിയ ഇല കത്തിച്ചാൽ അതുകൊണ്ട് യൂസ് ഉണ്ടാകില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ എടുത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാലേ അതിൻ്റെ സ്മെല്ല് നല്ലപോലെ കിട്ടുകയുള്ളൂ. പഴയ ഇലയാകുമ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഇത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ലൊരു പോസിറ്റീവ് എനർജി വീടിനുള്ളിൽ നമുക്ക് നിറയ്ക്കുന്നതാണ്. അതുപോലെ മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു റെമഡി ആണെന്നാണിത് പഠനങ്ങളിലെല്ലാം കാണുന്നത്. അപ്പോൾ ഒരു ദോഷവുമില്ല ഇത് നമ്മൾ കത്തിച്ച് വെക്കുന്നത് കൊണ്ട്. കൂടാതെ പല്ലിയുടെയും പാറ്റയുടെയും ചെറിയ പ്രാണികളുടെയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. ഡെയിലി ഈ ഒരെണ്ണം വെച്ചിട്ട് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. കൂടാതെ വലിയ ചിലവുമില്ല, ടൈം വേസ്റ്റ് ആകുന്ന കാര്യവുമില്ല. അപ്പോൾ എല്ലാവരും ഡെയിലി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ടും ഞാൻ എടുത്തിരിക്കുന്നത് കൊതുകിനെയൊക്കെ തുരത്താൻ പറ്റുന്ന നല്ലൊരു റെമഡി തന്നെയാണ് കേട്ടോ. അതിനായിട്ട് ഇതുപോലെയുള്ളൊരു മൺചിരാത് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം എടുത്താലും മതി നിങ്ങൾ. ഇതിലേക്ക് ഞാൻ വിളക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നല്ലൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് പുൽത്തൈലമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വേറെ എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലുള്ളതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഒരു കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കർപ്പൂരം പൊടിച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിട്ടുന്നത്. പുൽത്തൈലത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും അതുപോലെ വിളക്കെണ്ണയുടെയും ഒക്കെ സ്മെല്ല് കൂടുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും റൂമിനകത്തെല്ലാം ഉണ്ടാവുക. അല്ല, കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ള സമയത്ത് ഇതൊന്ന് കത്തിച്ച് വെച്ച് നോക്കൂ. റൂമിനകത്ത് ഒറ്റ കൊതുക് പോലും കിടക്കില്ല കേട്ടോ. കൊതുക് തിരിയൊക്കെ നമ്മൾ കത്തിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. കൊതുക് വരുന്ന സമയത്ത് നമ്മൾ കത്തിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് റൂമിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ, രാത്രി സമയങ്ങളിലൊക്കെ കത്തിച്ച് വെക്കുന്നത് ആ റൂമിനകത്ത് ഈ മണം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അപ്പോൾ കൊതുകിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവുകയില്ല. അതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അവയുടെ ശല്യം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. മാത്രമല്ല നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും റൂമിനകത്തൊക്കെ ഉണ്ടായിരിക്കുക. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കെമിക്കലൊന്നും അടങ്ങാത്ത സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയം വേണമെങ്കിലും, കുട്ടികളുടെ റൂമിലാണെങ്കിലും പ്രായമായവരുടെ ഉള്ള വീടുകളിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന. ഇതിൻ്റെ പുക ശ്വസിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്കും റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. കർപ്പൂരം നമ്മൾ പൊടിച്ചിടാതിരിക്കുകയാണെങ്കിൽ ഇത് എണ്ണയ്ക്കകത്തേക്ക് കുറേശ്ശെയായിട്ട് അലുത്തിറങ്ങിയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ റൂമിനകത്ത് ഫുള്ളായിട്ട് വരിക. പൊടിച്ചിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ എത്ര സമയമാണോ കത്തിച്ച് വെക്കുന്നത് അത്രയും സമയം നമുക്കിത് റൂമിനകത്ത് കൊതുകിൻ്റെ ശല്യമോ പ്രാണികളുടെ ശല്യമോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്കിത് കെടുത്തി വെച്ചിട്ട് വീണ്ടും ഇതിനകത്ത് തന്നെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കത്തിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.